നമ്മളൊരു യാത്ര പോകുമ്പോൾ ഫാമിലിയുമായിട്ടൊരു യാത്ര പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവുന്നത് നമ്മുടെ ഈ വാഷ്റൂമിൻ്റെ ഉപയോഗമാണ്. ശരിക്കും ഒന്ന് ആലോചിക്കുക, നമ്മൾ കാലത്ത് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുവാണ്, ഒരു വൺ ഡേ ട്രിപ്പിനായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം വരുന്നതിന് ട്രിപ്പിനായിക്കോട്ടെ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉപയോഗിക്കേണ്ട ടോയ്ലറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ടോയ്ലറ്റുകൾ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ഇന്ന് കേരളത്തിലുടനീളം യാത്ര ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു നല്ല പബ്ലിക് ടോയ്ലറ്റുകൾ നമുക്ക് ഇവിടെ ഇല്ല. പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്. അതായത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ പരീക്ഷിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് റെസ്റ്റോറൻറ്റുകൾ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും നല്ല റെസ്റ്റോറൻറ്റുകൾ നല്ല ഇൻറ്റീരിയറുകളൊക്കെ ചെയ്ത് നല്ല മെനു, നല്ല ഫുഡ് എല്ലാം സെർവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നും നല്ലൊരു വാഷ്റൂം ഒരിക്കലും പ്രൊവൈഡ് ചെയ്യുന്നത് കാണുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു റെസ്റ്റോറൻ്റ് ആയിരിക്കും, അതിൻ്റെ അകത്ത് ഒരു വാഷ്റൂം ആയിരിക്കും ഉണ്ടാവുക. ഈയിടെ ഞാൻ അഡലക്സ് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നപ്പോൾ അവിടെ തൊട്ടടുത്തുള്ളൊരു പാരഗൺ ഹോട്ടലിൽ ഞാൻ കയറി. എന്തൊരു നല്ല രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല ആംബിയൻസ് ഉണ്ട്. അതിലേറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ വാഷ്റൂം ഫെസിലിറ്റിയാണ്. നമ്മുടെ ലുലു മോളിലും അല്ലെങ്കിൽ മറ്റു മോളിലൊക്കെ ചെയ്യുന്ന പോലെ വളരെ കൃത്യമായിട്ടുള്ള ക്ലീനിങ്ങും നല്ല ഹൈജീനായിട്ടാണ് അവരത് പബ്ലിക്കിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സിറ്റിക്കകത്തുള്ള ഹോട്ടലുകളാണെങ്കിൽ കൂടി നമ്മൾ നല്ല ഹോട്ടലാണ്, നല്ല ഫുഡാണ്, പക്ഷേ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാഷ്റൂമിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള നമ്മൾ പുതിയ സംരംഭകർ വരുമ്പോഴാണെങ്കിലും അതല്ലെങ്കിൽ മലയാളികൾ എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഈ റെസ്റ്റോറൻറ്റുകളാണെങ്കിൽ നമ്മൾ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം. നമുക്ക് നല്ല ടോയ്ലറ്റുകൾ തരാൻ അവർ ബാധ്യസ്ഥരാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അവർ നമുക്കത് തരാതെയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റെസ്റ്റോറൻറ്റുകളിൽ മാത്രമായിട്ടല്ല, ഇപ്പോൾ റെസ്റ്റോറൻറ്റുകൾ മാത്രമല്ല, ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ ഈ അടുത്ത് പോയി വാളയാറിന് ചേർന്നിട്ടുള്ള ഒരു ട്രാവൽ ലോഞ്ച് എന്നുകൊണ്ടൊരു ഒരു നല്ലൊരു ബിസിനസ് ഇനീഷ്യേറ്റീവാണ്. നല്ല വാഷ്റൂംസ്, സ്ലീപ്പിംഗ് പോഡ്സ്, കഫറ്റേറിയ എല്ലാം കൂടിയുള്ള, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഫിലിം ഡയറക്ടർ ജിത്തു ജോസഫിൻ്റെ ടെസ്റ്റിമോണിയൽ വീഡിയോ. അവർ കേരളത്തിൽ 2-3 സ്ഥലങ്ങളിൽ അവരത് പുതിയതായിട്ട് തുടങ്ങാനുള്ള പ്ലാനിങ്ങിലുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ബാത്റൂം ഫെസിലിറ്റിക്ക് പൈസ കൊടുക്കാൻ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിക്കാൻ, കാർ പാർക്കിങ്ങിന് പോലും 50 മുതൽ 100 രൂപ വരെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ളടത്ത് നമുക്കൊരു നല്ല ഫെസിലിറ്റിക്ക് പൈസ കൊടുക്കാനായിട്ട് മലയാളികൾ, നല്ല ട്രാവലേഴ്സ് ആരും തന്നെ മടിക്കില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ട്രാവൽ ലോഞ്ച് പോലെയുള്ള പുതിയ സംരംഭങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നത്. ഈ വാഷ്റൂമിൻ്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് വേറൊരു കാര്യം തോന്നിയിട്ടുള്ളത്, പലപ്പോഴും ഇപ്പോൾ നമ്മുടെ റോഡ് കണക്ടിവിറ്റി എല്ലാം നല്ല രീതിയിൽ പുരോഗമിച്ച് നല്ല കണക്ടിവിറ്റി നമുക്കിന്ന് കേരളത്തിലുണ്ട്, NH66 പോലുള്ള റോഡുകളെല്ലാം. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇതിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റികൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു ബിസിനസ് ആശയമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമുക്കിപ്പോഴും നമ്മളെന്ന് ഫേസ് ചെയ്തൊരു ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ അത് സഹായമാവുകയും ചെയ്യും, അതുമൂലം നല്ലൊരു ബിസിനസ് നടക്കുകയും ചെയ്യും.